ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്തുപോയ പഴം കഴിക്കാൻ എല്ലാവർക്കും മടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇതുപോലെ നല്ല പഴുത്ത പഴവും റവയും വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേര് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു 3 പഴമാണ്, ചെറിയ 3 പഴം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. അത് നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇത് നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് 3 സ്പൂൺ മതിയാവും. അപ്പോൾ നിങ്ങളെടുക്കുന്ന പഴത്തിനനുസരിച്ച് അതിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഴം ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം നമുക്ക്. ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. എത്രത്തോളം ഇടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് റവ, ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയായിപ്പോവും. ഇനി ഇതുപോലെ ചെറിയ ഉരുളകളാക്കുക. എന്നിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് പഴം മിക്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവൂ കേട്ടോ. ഫുള്ളായിട്ട് മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി ഇതൊരു കത്തി ഉപയോഗിച്ച് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഓരോ പീസും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. മുകളിലും താഴെയും ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ റവ പെട്ടെന്ന് കട്ടിയായി പോവും. അങ്ങനെ കട്ടിയായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.